അനന്തപുരിയിൽ നിന്നും നയന പോയിരിക്കുകയാണ്, നന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിൻ്റെ ഒരു അഭാവം നമ്മുടെ അനന്തപുരിയിൽ എല്ലാവരിലും കാണപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ആയിരിക്കും, എന്ത് അഭാവമാണ് അവിടെ കാണപ്പെടുന്നത്, ആർക്കാ അതുകൊണ്ട് ഇത്ര പ്രശ്നം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ മെഡിസിൻ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഫോൺ വിളിച്ചിട്ട് നയനയോട് ചോദിക്കുകയാണ്, മോളെ ഇപ്പോൾ ഈ സമയത്ത് കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫോണിൽ കൂടെ നമ്മുടെ നയന മരുന്ന് ഏതാണെന്ന് മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അതിരാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്ന മരുമകളെ, അതുമാത്രമല്ല രാവിലെ നല്ല വായ്ക്ക് രുചിയുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മരുമകളെ, രാവിലെ ചായ ചൂടോടുകൂടി ആവി പറക്കുന്ന ചായയുമായിട്ട് മുന്നിൽ വരുന്ന മരുമകളെ ആണ് നമുക്കിപ്പോൾ മിസ്സായിരിക്കുന്നത്. അതായത് അവളാണ് ഇന്ന് ഈ അനന്തപുരി വിട്ട് പോയിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. പക്ഷേ അതൊന്നും ഇവിടെ ചിലരൊന്നും മനസ്സിലാക്കുന്നില്ല. നയനമോൾ ഇവിടെ ഇല്ലാതിരുന്നാൽ മാത്രമേ അവളുടെ കുറവുകളും, അതായത് അവൾ ഇല്ലാത്തതിൻ്റെ കുറവുകളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർ മനസ്സിലാക്കൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ മോൾക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് മോളിപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശിയോട് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ്, എന്തായാലും വസുന്ധരെ അവളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയരുത്, അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ആദർശിൻ്റെ മനസ്സിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും മോൾ ഇവിടെ നിന്ന് പോയത് എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നയന പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദനും ഒപ്പമുണ്ട്. അതിനുശേഷം നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അതിനുശേഷം നയന അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയുന്നത്, നമ്മുടെ നയന ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഇങ്ങനെ ചത്ത് കുത്തിയാണൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ എന്താ പറയുന്നത്, അപ്പം നമ്മുടെ നയന ചോദിക്കുകയാണ്, എന്താ മോളെ നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു കേൾക്കുന്നില്ല നയന ചോദിക്കുന്നത് പോലും. അപ്പോൾ നയന ചോദിക്കണേ, എന്താ നന്ദു, എന്താ നിനക്ക് പറ്റിയത്, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എന്താ ചേച്ചി ചോദിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിച്ചില്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ശ്രദ്ധക്കുറവ് എന്നിങ്ങനെ നമ്മുടെ നയന പറയുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദനും നമ്മുടെ നന്ദുവും കൂടി വന്നിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ നയന ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അതിനുശേഷം നയനയും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നയന പറയുകയാണ്, നന്ദുവിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അത് എനിക്ക് നന്ദുവിനെ കണ്ടാൽ നന്നായിട്ട് അറിയാം. എന്താ നന്ദു, നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു ഒന്നും പറയുന്നില്ല. നന്ദു ഇങ്ങനെ മാത്രമാണ് എപ്പോഴും പറയുന്നത്, ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദനോട് നമ്മുടെ നയന ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടൊന്ന് തുറന്നു പറയേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയണേ, എനിക്കൊന്നും അറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്. അതേസമയം നമ്മുടെ ആദർശിന് ഓഫീസിൽ പോകാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ ആദർശ് അങ്ങനെ മുറിയിലേക്ക് വരികയാണ്. ഒരു ഫയലാണ് പുള്ളിക്കാരൻ തപ്പുന്നത്. അവിടെ അത്രയും കിടന്ന് തപ്പുവാണ്, എന്നിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒടുവിൽ ഇത് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, നയന ഇത് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ കണ്ടൊരു സമയം, എന്താ ഇനിയിപ്പോൾ ചെയ്യുക, നയനയെ തന്നെ വീട്ടിൽ വിളിച്ച് ചോദിക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ ആദർശ് നയനയെ വിളിക്കുകയാണ്. നയനയോട് ചോദിക്കുകയാണ്, നയനെ ഒരു ഫയല്, അതായത് ഇപ്പോൾ ഇന്ന് വരുന്ന ക്ലയൻറ്റിനെ കാണിക്കാനുണ്ടായിരുന്ന ഒരു ഫയലുണ്ടല്ലോ, അത് നീ എവിടെ വച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടാ അത് നമ്മുടെ കട്ടിലിനോട് ചേർന്ന് കിടക്കുന്ന ആ ഡ്രോയിൽ ഇല്ലേ, അതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഡ്രോയിൽ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശ് പോയി തുറന്ന് നോക്കുമ്പോൾ ഫയല് കിട്ടുകയാണ്. അങ്ങനെ ആദർശ് ആ ഫയലെടുത്ത് കയ്യിൽ വെച്ചിട്ട് വിചാരിക്കുകയാണ്, ഇവളെന്താ അന്ന് വരാതിരുന്നത് പോയിട്ട്, ഇനി അവൾ ഇന്നൊന്നും വരില്ലേ, ഇനി അവൾ ഇപ്പോഴൊന്നും വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ കനകയെയാണ് കാണിക്കുന്നത്. നമ്മുടെ കനക പച്ചക്കറി അരിയാണ്. നമ്മുടെ കനക പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ കനക ഈ കാണിക്കുന്നത്? അതെ അമ്മേ, ഞാനിവിടെ കറിക്കരിയാണ്. എന്തിനാ കനകെ നീ കറിക്കരിയുന്നത്? നീ ഞങ്ങളെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഇവിടെ മറ്റു 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കിവിടെ വേറെ ഒരു ജോലിയില്ലല്ലോ, അവർ ചെയ്യട്ടെ ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയണേ, ഏയ് അമ്മേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, ഞാൻ ചെയ്തോളാം. അങ്ങനൊന്നും പറയല്ലേ കനകെ, മോൾ ഇവിടെ ഉള്ളപ്പോൾ എല്ലാ ജോലികളും മോൾ തന്നെയായിരുന്നു ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകി മുന്നിൽ വന്നിരിക്കുന്ന ഒരു ജോലി മാത്രമേ എല്ലാവർക്കും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം മോൾ ഇവിടെ ഇല്ല. എന്നാൽ മോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾക്കൊക്കെ നല്ല വിഷമമുണ്ട്. പിന്നെ എപ്പോഴും അതിൻ്റെ പേരിൽ ദേവയാനിയോട് വഴക്കുണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. എന്നാൽ മോളെ പോലെ അല്ലല്ലോ കനകെ നീ. മോളാണെങ്കിൽ ചെറുപ്പമെന്നെങ്കിലും പറയാം. നിനക്ക് കുറച്ച് പ്രായമായില്ലേ, ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഈ വീട്ടിൽ മറ്റു 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അടുക്കള പണിയൊക്കെ അവർ ചെയ്തോളും, കനക ഒന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനക പറയണ, അങ്ങനെയല്ലല്ലോ അമ്മേ, ഞാനും എൻ്റെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ. അതുപോലല്ല കനകെ, അത് നിൻ്റെ വീട്ടിൽ പോരെങ്കിൽ അവിടെ നിങ്ങൾ ആൾ കുറവാണ്. ഈ വീട്ടിൽ വന്നിട്ട് കനക അങ്ങനെ കഷ്ടപ്പെടേണ്ടവളല്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി നേരെ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണ്, നോക്ക്, നിങ്ങൾ കാണുന്നില്ലേ, ദേ കനക അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് വീട്ടുജോലികൾ അത്രയും ചെയ്യുകയാണ്. 2 പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ടല്ലോ, 2 എണ്ണം ആ ഭാഗത്ത് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. നവ്യമോള് ഗർഭിണിയാണെന്നെങ്കിലും പറയാം. ജലജയ്ക്കും ദേവയാനിക്കും ജോലി ചെയ്തൂടെ, അവരാരും ആ ഭാഗത്ത് ചെല്ലുന്നില്ല. ഒറ്റയ്ക്കിരുന്ന ആ പാവം കനക ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പം നമ്മുടെ മുത്തശ്ശന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, അങ്ങനെയൊന്നും കനക ഈ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതിന് ദേവയാനിയോട് പറഞ്ഞുകൂടായിരുന്നോ ജോലി ചെയ്യാനായിട്ട്? നീ ഒരു കാര്യം ചെയ്യും വസുന്ധരെ, ദേവയാനിയും ജലജയും ഞാൻ വിളിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ജലജയും ദേവയാനിയും കൂടി പോകുന്ന കാണുകയാണ്. അങ്ങനെ മുത്തശ്ശി പറയുകയാണ്, ആ ദേവേ, നിന്നതെ അവിടെ അദ്ദേഹം വിളിക്കുന്നു എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ദേവയാനിയും ജലജയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയണം, എന്താ ദേവ ഇവിടെ? കനക ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന് നിനക്കറിയില്ലേ? നീ എന്തിനാ ജോലികളെല്ലാം കനകയെ ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ഉടനെ ദേവയാനി പറയണം, ഇല്ലച്ചാ, ഞാൻ അവളെ ജോലിയൊന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അവളെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാനൊക്കും? അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നീ അടുക്കളയിൽ കയറാത്തണ്ടല്ലേ അവൾക്കത് ചെയ്യേണ്ടി വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയണം, അത് അവൾ ചെയ്തില്ലെങ്കിലും ഈ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ലെന്നേ ഉള്ളൂ. എന്നാലുണ്ടല്ലോ, ഇനി മേലാൽ കനകയെ കൊണ്ട് ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യിച്ചു പോകരുത്. പിന്നെ കനകയ്ക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ആവശ്യം അറിഞ്ഞു വേണം നിങ്ങൾ ചെയ്യാനുള്ളത്. കാരണം കനക ഈ വീട്ടിലെ ഗസ്റ്റാണ്. കനകയുടെ 2 പെൺമക്കളെ ഈ വീട്ടിലാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. ആ ഒരു പരിഗണന എപ്പോഴും കനകയ്ക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, നയനമോൾ ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്, അത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയാണ്, അവളില്ലാത്തത് തന്നെ നല്ലത്, അവളല്ലേ ഇവിടുത്തെ അധികപ്പറ്റ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, അധികപ്പറ്റ് നയനമോളല്ല, ശരിക്കും പറഞ്ഞാൽ നീയും നിൻ്റെ മോനുമാണ് അധികപ്പറ്റ്, നിങ്ങൾ 2 പേരെയാണ് ഇവിടുന്ന് പുറത്ത് പോകേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ദേവയാനി മുത്തശ്ശനോട് പറയണം, അച്ഛാ, ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഇനി ഒരു കാര്യത്തിനും കനക ചെയ്യണ്ട. നയന ഇവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും, അത് ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പറയാണ്, ജലജെ നീ വാ, നമുക്ക് അടുക്കളയിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, കനകയെ കൊണ്ട് ഇനി ഒരു ജോലിയും ചെയ്യിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ നമ്മുടെ ജലജയും വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജലജയും ദേവയാനിയും കൂടി ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കനക അടുക്കളയിലിരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് അവർ. എന്നിട്ട് ഇത്തിരി നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് നമ്മുടെ ദേവയാനിയും കനകയും കൂടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ്, ദേ കനക അങ്ങോട്ട് മാറ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനക ചോദിക്കണേ, ഞാൻ മാറാനോ? അപ്പോൾ ഇതൊക്കെയോ? അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഇനി കനക ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെയും അടുക്കളയിലേക്ക് കയറണ്ട. കനകയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നോടോ ജലജയോടോ പറഞ്ഞാൽ മതി, അല്ലാതെ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയണം. നീയും നിൻ്റെ മകളും ഇല്ലെന്നും പറഞ്ഞ് ഈ അനന്തപുരിയിൽ ആരും പട്ടിണി കിടക്കേണ്ടിയൊന്നും വരില്ല. നിൻ്റെ പെൺമക്കൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ആരും പട്ടിണി കിടന്നിട്ടുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കനക ചോദിക്കുകയാണ്, അതിന് അന്നിവിടെ വീട്ടുജോലിക്ക് ആളുണ്ടായിരുന്നല്ലോ? അതേടി,
അന്ന് വീട്ടുജോലിക്ക് ആളുണ്ടായിരുന്നു തന്നെ. പിന്നീട് അവരെ പിരിച്ചുവിട്ടത് എന്തിനാണെന്നറിയാമോ? അവരെ പിരിച്ചുവിട്ടത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ മോളുള്ളപ്പോൾ വേറൊരു ജോലിക്കാരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അത് കേട്ടിട്ട് കനകയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അപ്പോൾ കനക പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ മോളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അടുക്കള ജോലിയിൽ നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ടല്ലോ, മീനാക്ഷിയെ തിരിച്ചു വിളിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയണ, മീനാക്ഷിയെ തിരിച്ച് വിളിക്കുന്ന പ്രശ്നമില്ല, അവൾ വേണമെങ്കിൽ വല്ലപ്പോഴും വന്നിട്ട് പുറം പണികൾ മാത്രം ചെയ്തോട്ടെ, അടുക്കളപ്പണി ചെയ്യാനേ ഞങ്ങൾക്കും അറിയാം, ഇതൊക്കെ ഞങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് എന്നിങ്ങനെ ദേവയാനി പറയണം. അപ്പം നമ്മുടെ കനകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് നാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഉണ്ടല്ലോ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് ജ്വല്ലറിയിലാണ്. പുള്ളിക്കാരന് വിശന്നിട്ട് വയ്യ, സഹിക്ക വയ്യ. അങ്ങനെ പുള്ളിക്കാരൻ ബാഗ് എടുത്തിട്ട് തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ടിഫിൻ ഇല്ല. അപ്പോൾ ആദർശ് വിചാരിക്കണേ, ഇതിൽ ടിഫിൻ വെച്ചിട്ടില്ലേ? പിന്നീട് പെട്ടെന്ന് ആദർശ് ഓർക്കുകയാണ്, നയനയുടെ ആ ഒരു എന്താ പറയുന്നത്, നയനയെ മിസ് ചെയ്യുകയാണ് ആദർശിന്. ആദർശ് പെട്ടെന്ന് ഓർക്കുകയാണ് നയന ആദർശിന് ടിഫിൻ വെച്ച് കൊടുക്കുന്നതും പോവാൻ നേരത്ത് എന്നിട്ട് ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് വിടുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശ് ഓർത്തെടുക്കുകയാണ്. അത് ഓർക്കുമ്പോൾ ആദർശിന് നല്ല വിഷമം തോന്നുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നയന ഇല്ലെങ്കിലും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവളോട് പോയിക്കോളാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അവളിപ്പോൾ പോയപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ? എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് ഞാൻ പറയുമ്പോഴും അവൾ എന്നെ വല്ലാതെ എന്താ പറയുന്നത്, എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ ഇങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ശരിക്കും അവളിപ്പോൾ ഇല്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ വിഷമം തോന്നുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് നേരത്തെ അജയൻ ചെറിയച്ഛനും അതുപോലെ തന്നെ ജാനകി ചെറിയമ്മയൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അതുപോലെ ഓരോരുത്തരും മാറി നിൽക്കാറുണ്ട്. അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പിടച്ചിൽ തോന്നിയിട്ടില്ല. നയന മാറിയപ്പോൾ മാത്രം എന്താ എൻ്റെ മനസ്സിന് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആദർശിൽ നിന്ന് ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശിന് മനസ്സിലാവുകയാണ്, നയന ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ആദർശിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നയന ഉണ്ടെങ്കിൽ നയന എല്ലാ കാര്യങ്ങളും നോക്കും, എന്നാൽ അമ്മയും ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് വീട്ടിൽ, അമ്മയ്ക്കിപ്പോൾ എൻ്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല, പണ്ട് അമ്മ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ അടുക്കളയിൽ നമ്മുടെ ജലജയും നമ്മുടെ ദേവയാനിയും കൂടി അടുക്കള പണിയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ഇങ്ങനെ തകൃതിയായിട്ട് പച്ചക്കറിയൊക്കെ അരിയുന്നു. ജലജയാണ് പച്ചക്കറി അരിയുന്നത്. നമ്മുടെ ദേവയാനിയിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അപ്പം നമ്മുടെ കനക ഇടയ്ക്ക് അങ്ങോട്ടേക്കൊക്കെ വരുവാണ്. വന്നിട്ട് പച്ചക്കറിയൊക്കെ പറക്കി അരിയുന്നിടത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണം, അതെ നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ അടുക്കളയിലോട്ട് വന്ന് നിൽക്കുന്നത്, നീ പോയേ എന്നിങ്ങനെ പറയണം. അപ്പോൾ കനക പറയണം, പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. എന്ത് സംശയം? ഒരു സംശയവും ഇല്ല, നീ ഒന്ന് പോയി തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയണ, അതെ ഞങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം, പിന്നെ നിൻ്റെ മോളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നീ കണ്ടോ അടിപൊളിയായിട്ട് ഞങ്ങൾ പാചകം ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം. ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കനക അങ്ങ് പോവുകയാണ്. ആ സമയത്തിന് നമ്മുടെ ജലജ ദേവയാനിയോട് പറയണം, അതേ ഏട്ടത്തി, മുമ്പാണെങ്കിൽ പാചകം ചെയ്യാനൊക്കെ അറിയായിരുന്നു, സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായില്ലേ അതൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് എല്ലാം ഒക്കെ മറന്നുപോയി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അതാ ജലജ എൻ്റെയും പ്രശ്നം, ഞാനും പാചകമൊക്കെ മറന്നു മട്ടാണ്, ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്ക് പാചകം ചെയ്യാം, അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ കനക മാറി നിന്ന് ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ചിരി വരികയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കനക അങ്ങോട്ടേക്ക് വന്നിട്ട് എത്തി നോക്കിയാണ് നടക്കുന്നത്. കനക അങ്ങോട്ട് വന്നിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, ഞാൻ വല്ലതും സഹായിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, ഒന്നും സഹായിച്ച് തരണ്ട, ഇവിടെ ആരുടെയും സഹായവും ആവശ്യമില്ല, നീ നിൻ്റെ മക്കളും പോയാലും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഈ വീട് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, പിന്നെ എനിക്ക് നിൻ്റെ മോളില്ലാത്തത് തന്നെയാണ് നല്ലത്, അവൾ എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞ് നിൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് അത്രയും സന്തോഷം, എന്തായാലും അച്ഛൻ്റെ കാലം വരെ മാത്രമേ അവളിവിടെ ഉണ്ടാവൂ, പിന്നെ എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല, പിന്നെ എൻ്റെ മോൻ്റെ കാര്യം പറയാൻ വേണ്ട, പിന്നെ നയന പോയി എന്നും പറഞ്ഞ് എൻ്റെ മോന് ഒരു വിഷമവുമില്ല, അവനത് അത്രയും നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കനകയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇന്നലത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വാ. അതുപോലെ തന്നെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.